ടെക്കാമ ചെടികൾ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. യെല്ലോ ബെൽ എന്നുകൂടി അറിയപ്പെടുന്നു. ടെക്കാമ സയൻസ് വെറൈറ്റി ഒരുപാട് കാലം മുൻപ് തൊട്ട് തന്നെ നമ്മുടെ വീടുകളുടെ മുൻപിൽ മഞ്ഞനിറത്തിൽ ബെല്ലുകളുടെ ഷേപ്പിൽ കുല ആയി പൂത്തുനിന്നിരുന്നു. ഇപ്പോൾ മഞ്ഞ കളർ മാത്രമല്ല മഞ്ഞയും ചുവപ്പും ഓറഞ്ചും കോമ്പിനേഷനുകളിൽ 11 വെറൈറ്റികളിൽ ലഭ്യമാണ്. പല വെറൈറ്റികളിലെയും ജന്മദേശം അമേരിക്കയും മെക്സിക്കോയും ഒക്കെയാണ്. ചെടി കണ്ടാൽ ആരും ഒന്നും കൊതിച്ചു പോകുന്ന അത്ര ഭംഗിയായി പൂത്തുനിൽക്കുന്ന ഈ ചെടിയുടെ പേര് ആർക്കും അത്ര സുപരിചിതം അല്ലെങ്കിലും ഇവ പൂത്തുനിൽക്കുന്നത് കാണുമ്പോൾ ആരും ചെടി സ്വന്തമാക്കാൻ കൊതിച്ചു പോകും. ഒട്ടും കെയറിംഗ് കൊടുക്കാതെ തന്നെ വളരെ ഈസിയായി വീടുകളിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ടെക്കാമ. പിങ്ക് വെറൈറ്റി ആയിട്ടുള്ള ടെക്കാമ നമുക്ക് മറ്റു ചെടികളിൽ പടർത്തിവിടുന്നതിനും ഹാങ്ങിങ് ആയി തൂക്കി ഇടാനോ സാധിക്കും. ഒത്തിരി കളർ കോമ്പിനേഷനുകളിൽ പല വെറൈറ്റി ടെക്കോമ ലഭ്യമാണ്. എല്ലാ പുഷ്പപ്രേമികളുടെ വീട്ടിലും ഇതിന്റെ 4-5 വെറൈറ്റികൾ സുലഭമാണ്. വർഷം മുഴുവനും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇത്. ചെടികളുടെ ഭംഗിക്കും പൂക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനും ചെടികൾ നന്നായി പ്രൂൺ ചെയ്തു നിർത്തേണ്ടത് ആവശ്യമാണ്. ചെടിയുടെ പരിപാലനത്തെക്കുറിച്ചും ചെടികൾക്ക് വരുന്ന രോഗത്തെക്കുറിച്ചും അവയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പല വെറൈറ്റി ടെക്കാമ ചെടികളെക്കുറിച്ചും ഒക്കെ ഈ വീഡിയോയിലെ കൊടുക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ആയിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 10-15 ഇനം ടെക്കാമ ഉണ്ട്. ടെക്കോമ അക്കില്ലസ്, ടെക്കോമ കാസ്റ്റാനിഫോളിയ, ടെക്കോമ കാപെൻസിസ്, ടെക്കോമ ഫുൾവ, ടെക്കോമ ഗാരോച്ച, ടെക്കോമ നൈസേ, ടെക്കോമ പർവിഫ്ലോറ, ടെക്കോമ സ്റ്റാൻസ്, ടെക്കോമ ഡെനുഫ്ലോറ, ടെക്കോമ എക്സ് സ്മിത്തി. ടെക്കോമ സസ്യങ്ങൾ അവയുടെ തിളക്കമുള്ള കാഹളത്തിന്റെ ആകൃതിയിലുള്ള പൂക്കൾക്ക് പേരുകേട്ടതാണ്. അവർ ഹമ്മിംഗ് ബേർഡ്സ്, തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ എന്നിവയെ ആകർഷിക്കുന്നു. ചില സ്പീഷീസുകൾ 30 അടി 9 മീറ്റർ വരെ ഉയരത്തിൽ വളരും. ടെക്കോമ സസ്യങ്ങൾ പരമ്പരാഗത വൈദ്യത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവരുന്നു. അവ താരതമ്യേന കുറഞ്ഞ പരിപാലനവും പരിപാലിക്കാൻ എളുപ്പവുമാണ്. ഇനി ടെക്കോമ ചെടികളുടെ കെയറിംഗ് കുറിച്ച് പറയാം. നല്ല വെളിച്ചം കിട്ടുന്ന നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വളർത്തുവാൻ സൂക്ഷിക്കണം. ഗേറ്റിന് 2 സൈഡിലും ആയിട്ട് വളർത്തിയാൽ ഗേറ്റിന് മുകളിലേക്ക് വളർന്നു പൊന്തി കുലകുലയായി പുഷ്പങ്ങൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നഴ്സറികളിൽ നിന്നും കിട്ടുന്ന ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ ചെടിച്ചട്ടിയിൽ വെട്ടി നിർത്തി നമുക്ക് ഒതുക്കി വളർത്താൻ സാധിക്കും. നാടൻ വെറൈറ്റി ആണെങ്കിലും വലുതായി പൊങ്ങി നിൽക്കും. അതും ഇടയ്ക്കിടയ്ക്ക് നന്നായി വെട്ടിക്കൊടുക്കണം. മണ്ണിൽ വളർത്തുന്നതാണ് നല്ലത്. ഈ ചെടികൾക്ക് 18 ഡിഗ്രിയുടെ മുകളിലെ ചൂട് ആണ് ഇഷ്ടം. ആ സമയത്ത് ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. തുടർച്ചയായി നന കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നോക്കാം. വേർചീയൽ ഉണ്ടാകുന്നത് അമിതമായ നനവ്, മോശം ഡ്രെയിനേജ് അല്ലെങ്കിൽ ഫംഗസ് അണുബാധ എന്നിവ മൂലമാണ്. വേരുകൾ ചീഞ്ഞ നശിക്കുക, ഇലകൾ മഞ്ഞനിറം, ചെടികളുടെ ശോഷണം എന്നിവയാണ് ലക്ഷണങ്ങൾ. രണ്ടാമത് ടെക്കോമ ചെടിയെ ബാധിക്കുന്ന രോഗം ഇലപ്പുള്ളി രോഗമാണ്. ചിലതരം ഫംഗസുകൾ ഉദാഹരണത്തിന് സെർക്കോസ്പോർ, സെപ്റ്റോറിയ എന്നിവ ഇലകളിൽ ചെറുതും വൃത്താകൃതിയിലുള്ളതും ഇരുണ്ടതുമായ പാടുകൾ ഉണ്ടാക്കുന്നു. അതോടുകൂടി ചെടികളുടെ ഇലകളിൽ പലപ്പോഴും മഞ്ഞനിറമോ ഇലപൊഴിച്ചിലോ ഉണ്ടാകുന്നു. മൂന്നാമതായി ടെക്കോമ ചെടികളിൽ ഉണ്ടാകുന്നത് എറിസിഫ് എന്ന വിഭാഗത്തിലെ ഒരുതരം പൂപ്പൽ കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇലകളിൽ വെളുത്ത നിറത്തിലുള്ള പൊടികൾ നിറയുന്നു. അതുകൊണ്ട് തന്നെ ചെടികളിൽ വളർച്ച വളരെ മുരടിക്കുന്നു. ചെടികൾ മുരടിച്ച് പൂക്കൾ ഒന്നും ഇല്ലാതെ മോശമാകുന്നു. അടുത്തത് റസ്റ്റ് എന്ന ഒരു ഫംഗസ് രോഗമാണ്. ഉദാഹരണത്തിന് യൂറോമൈസിസ്. ഇലകളിൽ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ തുള്ളികൾ ഉണ്ടാകാൻ കാരണമാകുന്നു. പലപ്പോഴും മഞ്ഞനിറമോ അല്ലെങ്കിൽ ഇലപൊഴിയുന്നത് ചെടികളിൽ ഉണ്ടാകുന്ന മറ്റു ചില രോഗങ്ങളാണ്. ബാക്ടീരിയൽ ലീഫ് സ്കോർച്ച്, ഫ്യൂസാറിയം വിൽ മൊസൈക്ക് രോഗം എന്നിവയാണ്. രോഗങ്ങൾ അറിഞ്ഞുവല്ലോ. ഇനി അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളാണ്. ചെടികളുടെ കടയും ഇലകളും നല്ല വൃത്തിയായി പരിപാലിക്കാൻ നോക്കണം. രോഗബാധിതമായ ചെടികളോ ഭാഗങ്ങളോ നീക്കം ചെയ്യുക. നമ്മൾ ചെടികൾ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുക. ധാരാളമായിട്ട് ചെടി നനയ്ക്കാതിരിക്കുക. ചെടിയുടെ കടക്കൽ മാത്രം നനയ്ക്കുക. ഈർപ്പം കുറയ്ക്കുന്നതിനും ഫംഗസ് രോഗങ്ങൾ തടയുന്നതിനും ചെടികൾ കൂട്ടമായി നിൽക്കുന്ന ഒഴിവാക്കിയിട്ട് കമ്പുകൾ ഒക്കെ വെട്ടി നിർത്തിയിട്ട് ചെടികൾക്ക് ഇടയിൽ വായു സഞ്ചാരം വർദ്ധിപ്പിക്കുക. അമിതമായി നനയ്ക്കുന്നത് ഒഴിവാക്കുക. നല്ല ഡ്രെയിനേജ് ഉറപ്പാക്കുക. മണ്ണിന്റെ ആവശ്യം അറിഞ്ഞുകൊണ്ട് മാത്രം വെള്ളം നൽകൂ. ഫംഗസ് രോഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ പാലിച്ച് ആവശ്യാനുസരണം കീടനാശിനി പ്രയോഗിക്കുക. പക്ഷേ വെള്ളം ധാരാളമായിട്ട് ഈർപ്പം കൂടിയാലും രോഗം വരാൻ സാധ്യതയുണ്ട്. ഇനി വളപ്രയോഗത്തെക്കുറിച്ച് പറയാം. കുറച്ച് ആസിഡിസിറ്റിയുള്ള മണ്ണ് ആണ് ഈ ചെടിക്ക് ഇഷ്ടം. മഴ മാറി നിൽക്കുന്ന സമയത്ത് NPK 10:10:10 കുറേശ്ശെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം.
അതിനുശേഷം NPK 20:10:10 എന്ന റേഷ്യോയിലുള്ള വളം കുറേശ്ശെ ഇട്ടുകൊടുക്കുന്നത് വേരുകൾ ധാരാളമായി വളരാനും ചെടിയിൽ പൂ പിടിക്കുന്നതിനും വളരെ നല്ലതാണ്. തെക്കോമ ചെടികൾ പണ്ടുകാലം തൊട്ട് പലതരം അസുഖങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും ടെക്കാമ ട്രാൻസ് അല്ലെങ്കിൽ യെല്ലോ ബെൽ എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ചെടികളുടെ ഇലകൾ വയറ്റിലെ വിരശല്യത്തിനും വേരിന്റെ സത്ത് ക്യാൻസറിനും ആർത്രൈറ്റിസിനും ഉപയോഗിക്കാറുണ്ടായിരുന്നു. റോഡ് സൈഡുകളിലും പാർക്കുകളും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് തണൽ മരങ്ങളായി ഈ മരങ്ങൾ വയ്ക്കാറുണ്ട്. അത്തരം മരങ്ങളുടെ വിത്ത് കാറ്റത്ത് വീണു മഴയത്ത് ഒലിച്ചു പോയിട്ടും ധാരാളം തൈകൾ ഉണ്ടാകാറുണ്ട്. വേറൊരു രീതിയിൽ പ്രോപ്പഗേഷൻ ചെടികളുടെ കമ്പുകൾ വെട്ടിക്കുഴിച്ചിട്ടിട്ടും ലെയറിംഗ് വഴിയുമാണ്. നഴ്സറിയിൽ നിന്നും 150 രൂപ മുതൽ പല വെറൈറ്റികൾ ലഭ്യമാണ്.